ഇന്ന് നമ്മൾ നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ റോസ്റ്റ് ആട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു നാടൻ രീതിയിലാണ്, നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ചിക്കൻ ചെറിയ പീസായിട്ട് എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര്, ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഒരു വെളുത്തും കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു 10-12 ചെറിയ ഉള്ളി, കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇഞ്ചിയൊക്കെ കുത്തുന്ന അതിലിട്ട് ചതച്ചെടുത്താലും മതി. ഇനി നമ്മളിതാ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 8-9 വറ്റൽമുളക്, ഇത് കാശ്മീരിയുടെ അല്ല കേട്ടോ, സാധാരണ എരിവുള്ള വറ്റൽമുളക് തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജീരകം ഉള്ളിയില്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ച ഇതിങ്ങനെ മാറുന്ന സമയത്ത് നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പുതിയ വാങ്ങിച്ചിട്ടുള്ള പാത്രമാണ് കേട്ടോ. ഈ പാത്രം വാങ്ങിച്ചത് മുതൽ ഇങ്ങനെ വിചാരിക്കുന്നത്, വാങ്ങിച്ചത് ഏകദേശം ഒരു 1.5-2 മാസമായി. വാങ്ങിച്ചത് മുതൽ ഇങ്ങനെ ചിക്കൻ റോസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള പാത്രത്തിലൊക്കെ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പം നല്ല ഒരു ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പൂതി വെച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കാനും ഇത് ഫ്രൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നേ. അങ്ങനെ നമ്മളിതാ കുറച്ച് സമയം മിക്സ് ചെയ്ത് അടച്ചു വെച്ചപ്പോൾ ആ ഒരു ചിക്കൻ തന്നെ വെള്ളം വന്നതാണ് കേട്ടോ. ഞാനിത് വെള്ളം ഒഴിച്ച് കൊടുത്തതൊന്നുമല്ല, ആ ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം വന്ന് നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ആ ഒരു വെള്ളമൊക്കെ വറ്റിയൊന്ന് റോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന മുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സിയിൽ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും കേട്ടോ. പിന്നെ കൂടെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നല്ലൊരു വെറൈറ്റി ആയിട്ട് ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള മുളകൊക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ. അന്നൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങൾ മാത്രമല്ലേ, പക്ഷേ ഇതിപ്പം അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. ഇത് ഏകദേശം 2200 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചീനച്ചട്ടിക്ക് തന്നെ. പക്ഷേ ഞാനിങ്ങനെ കൊതിച്ച് വാങ്ങി കേട്ടോ ഇതുപോലെ 1-2 പാത്രങ്ങൾ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് അതിൽ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത്. അപ്പം നമ്മളിതാ ഒരു ചിക്കൻ്റെ പീസും പൊറാട്ടയും കൂടി വെച്ചിട്ടാട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു ചെറിയുള്ളിയും പിന്നെ അതുപോലെ ജീരകം കൂടെയുള്ള ടേസ്റ്റും പിന്നെ ആ ഒരു മുളക് ഫ്രൈ ചെയ്തെല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.